CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീതി പരത്തിയ സംഭവത്തിൽ പ്രതിപിടിയിൽ. പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി 25 വയസ്സുള്ള കൊയ്തുതറമ്മൽ സാബിത്താണ് പിടിയിലായത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം സെന്ററിലെ ഹമ്പുകൾ അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. പൊതുമരാമത്ത് വകുപ്പിൽ പരാതിപ്പെട്ടിട്ടും അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പെട്രോൾ പമ്പുകളും തിങ്കളാഴ്ച രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ അടച്ചിടുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ്. പെരുമ്പടപ്പ് വന്നേരി നുണക്കടവ് കോൾപ്പടവിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടെത്തി. വന്നേരി പുഞ്ചപാർക്കിന് പിൻവശത്തുള്ള പാടശേഖരങ്ങളിലെ ഉപതോടുകളിലാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് തീരോത്സവത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിക ഷൌക്കത്ത് പതാകയുയർത്തി. എരുമപ്പെട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ സൗജന്യ ക്യാൻസർ സാധ്യത നിർണയ നേത്രരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ജാതി മത കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി നന്ദന്റെ ചികിത്സയ്ക്കായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളിൽ നിന്നും ഫണ്ട് ശേഖരിച്ചു. ചിറനല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിനിർമ്മലമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. എരുമപ്പെട്ടി മങ്ങാട് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. മുരിങ്ങത്തേരി സിസിലി കുര്യാക്കോസിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. മരത്തങ്കോട് മേരിമാത ദേവാലയത്തിലെ പരിശുദ്ധ മേരിമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. ജനുവരി 12, 13 ഞായർ തിങ്കൾ തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കുന്നംകുളം റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 16-ാം വാർഡ് ADS വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആഘോഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിന് വാഴിക്കൽ ചടങ്ങ് നടന്നു. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്ര പറമ്പും പരിസരവും എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വൃത്തിയാക്കി. കാട്ടകാമ്പാൽ തിരുവാതിരവാണ്യവും ഗ്രാമോത്സവവും സമാപിച്ചു. യുവകഥാകൃത്ത് പൊതിയഞ്ചേരി ഷമീറിന്റെ പൊതിയഞ്ചേരി പുരാണങ്ങൾ എന്ന പുസ്തകം പ്രകാശനത്തിനൊരുങ്ങുന്നു. ഷമീറിന്റെ ആദ്യ കഥാസമാഹാരമാണ് പൊതിയഞ്ചേരി പുരാണങ്ങൾ. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ജ്ഞാനപ്രകാശനം ബഡീസിന്റെ സംഗമം സംഘടിപ്പിച്ചു. ആൽത്തറ കേജ് സ്പോർട്ട് തായ്ക്കൊണ്ടോ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് മോണോ ആക്ടിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ സെൻഹ കബീറിനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. KSU വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ TJ അനുശ്രീയെ ആദരിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. നാലാങ്കല്ല് യുവതാര കലാവേദി ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി. അക്കിക്കാവ് മോളിക്യൂൾ അക്കാദമിയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റ് വിതരണവും ധനസഹായവും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യൂർ പ്രിയദർശിനി റോഡ് പ്രദേശത്തെ പട്ടികജാതി കുടുംബങ്ങൾ സന്ദർശിച്ചു. മലപ്പുറം വാർത്താ മാർക്കറ്റ് കാർഷിക വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം നടത്തി. പെരിയമ്പലം ബോസം ഫാമിൽ വെച്ച് നടത്തിയ പരിപാടി പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 5-ാം വാർഡിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ മുരിങ്ങത്തേരി നവനീതം അങ്കണവാടിയിൽ നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ NP അജയൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.